ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം. ഒരു ഇന്റെ ഒരു ഇത് വെച്ചിട്ട് കുറെ ഇൻസ്റ്റാഗ്രാം റീൽസുകൾ നടക്കുന്നുണ്ട്. അതായത് എന്റെ നല്ല കുറെ ആൾക്കാരുടെ റീൽസുകൾ നടക്കുന്നുണ്ട്. ഞാൻ എന്താ ബിഗ് ബോസിക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇത് നടക്കുന്നുണ്ട്. എനിക്ക് കുറെ മെസ്സേജുകൾ വരുന്നുണ്ട്, സുജനെ ബിഗ് ബോസ് പോകണമെന്നൊക്കെ ചോദിച്ചിട്ട്. എന്റെ പൊന്നു മക്കളെ, ഞാൻ അയക്കൊന്നും പോകണില്ല. ഞങ്ങൾ വെറുതെ ഞാൻ ആരൊന്നും പറഞ്ഞതാക്കല്ലേ. അത് എവിടെ നിന്നാണ് അങ്ങനത്തെ ഒരു സംഗതിയിൽ അവർക്ക് കിട്ടുന്നത്? അതായത് ഈ വീഡിയോസ് ഇടുന്ന അവർക്ക് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് അറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബിഗ് ബോസിക്ക് എന്തൊന്നും പോകണില്ല. കാരണം അവിടെ നിന്ന് പോയിട്ട് ഇത് ചെയ്യാനുള്ളതൊന്നും ഞാൻ ഇല്ല. ഓക്കെ, അതൊക്കെ അതിൻ്റെതായിട്ടുള്ള വലിയ വലിയ ആൾക്കാരുണ്ടായിരിക്കും. ഓക്കെ, അവരെ ചെന്ന് അടിപൊളിയാക്കട്ടെ. ഞാൻ എന്തായാലും അയക്കൊന്നും എത്താറോ അല്ലെങ്കിൽ ഇതാക്കാറോ ഒന്നും ഞാൻ ആയിട്ടില്ല. അപ്പോൾ അത് ചോദിച്ചാൽ എനിക്ക് കുറേ പേര് മെസ്സേജ് അയക്കണം അതിനെ പറ്റിയിട്ട്. അപ്പോൾ ഇനി അതിനെ പറ്റിയൊന്നും ചോദിക്കണ്ട. ഞാൻ എന്തായിരിക്കും അങ്ങനത്തെ തോന്നുന്നില്ല. അതൊക്കെ ഓരോരുത്തർ വെറുതെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പടക്കി പോസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ വീഡിയോ ഇപ്പം അപ്പുറത്തേക്ക് കാണുന്നത് കണ്ടിന്യൂ ആയിട്ടായിരിക്കില്ല. ഞാൻ ഇടയെന്നാണ് ഇൻട്രോ പറഞ്ഞത്. ആ ഇൻട്രോ പറഞ്ഞ വീഡിയോ കൊണ്ടുവന്ന് ഞാൻ ഫസ്റ്റിക്ക് കൊണ്ടുവന്ന് ഇട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കുറേ പേര് എനിക്ക് മെസ്സേജ് ഞാൻ ഇടുന്ന വീഡിയോസിലൊക്കെ കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ബിഗ് ബോസിക്കൊന്നും പോകണില്ല ഗൈസ്. MALLU Hello, welcome back to our family. നമ്മുടെ ഓക്കെ ഗൈസ്, അങ്ങനെ ഓക്കെ. അവള് ഞാൻ പറഞ്ഞല്ലോ, അവള് വളക്കാൻ വേണ്ടിയിട്ട് തറവാട്ടിക്ക് പോവുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് തിരക്കിൽ കടന്നിട്ട് അവൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കുറെ ആൾക്കാർ ഇതിനെ പറ്റി ഇപ്പൊ ഇന്നലെ നമ്മൾ 2 ദിവസമായിട്ട് മുന്നിട്ട വീഡിയോസുകളും കാര്യത്തിലൊക്കെ ഓരോരുത്തർ ചോദിക്കണം നമ്മളിത് വീടിനെ പറ്റിയിട്ട്, വീടിന്റെ കാര്യത്തിൽ എന്തായി അതായി. പക്ഷെ അത് വേറൊന്നുമല്ല, നമ്മളൊരിക്കലും നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം നമ്മളടുത്ത് ഇഷ്ടമുള്ള ആൾക്കാരാണ് അതിനെപ്പറ്റി അങ്ങനെ ചോദിച്ചും കൂടി ഇരിക്കുന്നത്. അതെന്തായി സുജന, ഏതെന്തായി ബിസിനസ് എന്തെങ്കിലും തുടങ്ങിക്കൂടെ, അതായിക്കൂടെ. നിങ്ങൾക്ക് തന്നെ എന്റെ ചാനൽ നോക്കിയാൽ മനസ്സിലാവും. ഞാനെനിക്ക് തോന്നുന്നു ഒരു 6-7 മാസത്തോളമായിട്ട്, 6 മാസമാണോ ഈ 1 ഇയർ ആണെങ്കിൽ ഓർമ്മയില്ല. നിങ്ങൾ ജസ്റ്റ് നോക്കി നോക്ക്. ഒരു മാസം ജസ്റ്റ് ആകെ 1 വീഡിയോ 2 വീഡിയോ ഒക്കെ മാത്രമേ ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുണ്ടാകുന്നുള്ളൂ. കാരണം വല്ലാണ്ട് പോസ്റ്റ് ആക്കി. കാരണം നമുക്ക് യൂട്യൂബിന് വരുമാനം ഉണ്ടാകുന്നില്ല. കാരണം ഞാൻ എൻ്റെ യൂട്യൂബ് സത്യം പറഞ്ഞാൽ പറ്റുന്ന നിർത്തിയായിരുന്നു. ഞാൻ ഒരു ഫേസ്ബുക്കും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമുമായിട്ട് മാത്രമേ മുന്നേക്ക് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് വേറെ ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നോട് ബിസിനസ്സിനെ പറ്റി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടും അല്ലറ ചില്ലറ കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അത് ഞാൻ റിവീൽ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ എനിക്ക് ആയിട്ടില്ല. അപ്പോൾ അത് ആവണ ഒരു സമയം വരുമ്പോൾ ഞാനത് എത്തിക്കാം. എന്തായാലും ഹാപ്പിയാണ്. ഇപ്പോൾ എന്നെ അല്ലെങ്കിൽ ഇപ്പോൾ അമ്മേനെ ആരെങ്കിലും കാണുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഞങ്ങൾ ഹാപ്പി അല്ല അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇതും ഇല്ലാതിരിക്കണം എന്നൊക്കെ ഒരിക്കലും തോന്നുന്നുണ്ടായിരിക്കില്ല. കാരണം നമ്മൾ ഹാപ്പിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് BMW പോലൊരു കാറ് എടുക്കാൻ എനിക്ക് വയ്ക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്കൊന്ന് ആലോചിക്കാനുള്ളതിനുള്ളൂ. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് കാര്യങ്ങൾ ഞാൻ വഴിയെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീടിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. കൂടുതൽ അത് ഞാൻ പറയാം. അതും ഞാനിതുപോലെ പതുക്കെ നിങ്ങൾക്ക് എത്തിക്കുക. ഞാൻ അതിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ വീട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണം. ഞാൻ അതിന് സമയമായിട്ടില്ല. അതാവുമ്പോൾ എന്തായാലും കാണിക്കുക. ഓക്കെ, അതുവരെയ്ക്ക് ചെറിയ പരിപാടികളും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു ക്യാപ്ഷനുകൾ വീഡിയോയിൽ കാണാറുണ്ട്. ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പാടി, അതായത് എല്ലായിടത്തും പൊട്ടി ഒഴിച്ച് നടക്കരുത് എന്ന് പറഞ്ഞ ഓരോ സംഗതിയിൽ കാണുന്ന ഓരോരുത്തർ പറഞ്ഞേക്കില്ലേ, ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്നത്. അതേപോലെ തന്നെ ആയിരുന്നു എൻ്റെ ഈ കാര്യങ്ങളും. അപ്പം എൻ്റെ ബിസിനസ് ആണെങ്കിലും ഞാൻ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ പോലും കൂടി അത് ചെയ്ത് സക്സസ് അല്ലെങ്കിൽ ഒരു ലെവലിൽ എത്തിയതിന് ശേഷം ഞാൻ കാണിക്കുക. അപ്പോഴേക്കാണ് ചിലപ്പോൾ ഓരോരുത്തർ പ്രാകാൻ തുടങ്ങിയാലോ, കൊണ്ടാവട്ടെ എന്ന്. അപ്പോൾ അതായതിന് ശേഷം ഞാൻ പറയപ്പോൾ ഞാൻ വണ്ടിയുടെ കാര്യമാണെങ്കിൽ പോലും കൂടി അങ്ങനെ തന്നെയാണ്. വണ്ടി ഇതുപോലെ പറയില്ല, ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു പറയണോ. ഞാൻ കുറേ അന്വേഷിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ബെൻസ് എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു ആദ്യം. അപ്പോൾ പിന്നെ ബെൻസ് നോക്കി നടക്കാൻ പറ്റില്ല. പിന്നെ BMW എന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് കാറാണല്ലോ. അപ്പോൾ അത് നോക്കി നടന്നു, കണ്ടു, വാങ്ങിയതിന് ശേഷം എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം ഒരു 1 വീക്ക്, ഒരു 10-15 ദിവസത്തോളം ഞാൻ വണ്ടി ഓടിച്ച് നടന്നതിന് ശേഷം മാത്രമാണ് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ഇട്ടത്. ഞാൻ വണ്ടി വാങ്ങിയെന്ന് പറഞ്ഞ് ഇട്ടത്. പിന്നെ അരുൺ സ്മോക്കി പിന്നെ അവനത് വീഡിയോ ഇടണം എന്നുള്ളതുകൊണ്ട് അന്ന് അങ്ങനെ വീഡിയോ ഇട്ടത്. ഞാൻ എൻ്റെ ഇതിൽ ഞാൻ ഒരു വീഡിയോ കാര്യങ്ങൾ എവിടെ ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതൊന്ന് എൻ്റെ അതിനുള്ള ഒരു ബാധ്യതകൾ തീർന്നൊന്ന് റെഡി ആവണേന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഓക്കെ, നമ്മൾ ഹാപ്പിയാണ്. നിങ്ങളും ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വഴിയെ എന്തായാലും വീഡിയോ ഇട്ടിട്ട് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, ആദ്യത്തെ പോലെ ഡെയിലി വീഡിയോസ് ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഓരോ തിരക്കും കാര്യങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടണം. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെറിയ ഓട്ടമുണ്ട്. ഇപ്പോൾ രാവിലെ തുടങ്ങിയ വീഡിയോസ് എടുക്കലാണ് നമ്മൾ. അപ്പോൾ അതിപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ആ വീഡിയോസ് എടുക്കൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്ക് ഓർമ്മ വന്നു, ഈശ്വര എന്നിപ്പോൾ യൂട്യൂബിലേക്ക് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ അപ്പോഴും ഓർമ്മ വന്നത് ഇതിനെപ്പറ്റി കമൻസുകൾ നോക്കിയിരുന്നു ഞാൻ. അപ്പോൾ കമൻസിൽ ഇങ്ങനെ ഓരോ കമൻസ് കണ്ടപ്പോൾ വിചാരിച്ചു അതിനൊക്കെ പാടൊരു മറുപടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഓക്കെ, നാളെ നല്ലൊരു വീഡിയോ മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഞാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഞായറാഴ്ച ചിലപ്പോൾ നമ്മൾ മൂന്നാർ വരണമെന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ട് അല്ലേ അമ്മ? അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാര്യമൊക്കെ ഞാൻ വഴിയെ പറയാം. കുട്ടികൾ രണ്ടാളും പാടെ അവിടെ കിടന്ന് കളിച്ച് പുരി ഉണ്ടാവും രണ്ടാളും പാടെ. അപ്പം ടാറ്റ ഗൈസ്, ടാറ്റ. ഞാൻ നാളെ നല്ലൊരു വീഡിയോ വരാം. കേട്ടോ, ടാറ്റ പറഞ്ഞാ ഇറങ്ങിട്ടോ. വത്സലാമ്മ നിങ്ങൾ എവിടെയൊക്കെ സുന്ദരിയായിട്ട്. ഇപ്പം സാരി ഒന്നും വേണ്ട നിങ്ങൾക്ക്?
എന്ത് എളുപ്പല്ലേ അമ്മടെ ഇത് നോക്കി നിങ്ങള് അമ്മ കാത എന്താ നിങ്ങള് ലെവല് നോക്കി നിങ്ങള് എന്താ വയസ്സാം കാലത്ത് ഓരോ അത് കാണിക്കലുണ്ടോ വയസ്സ് 50 വയസ്സ് നമ്മൾക്ക് വയസ്സായോ അമ്മ വയസ്സായില്ല 50 ഇത് പറഞ്ഞ നല്ല വയസ്സായ ആൾ തന്നെയാണ് ഇവൻ നല്ല പ്രായണ്ട് നോക്കി മുഖമൊക്കെ ചുളിഞ്ഞ ആകതായിണ്ട് മുഖം ചുളിഞ്ഞോട്ടെ എന്ത് ചുളിഞ്ഞോട്ടെന്ന് പണ്ട് കൂലിപ്പണിക്ക് നടന്നേരുന്ന അമ്മയാണ് ഇപ്പൊ കണ്ടോ ഇപ്പൊ ഇതിപ്പോ ഞാൻ പറയട്ടെ നോക്ക് നിങ്ങള് ഇപ്പൊ ഇത് ഞാൻ കാണിച്ചല്ലോ മേക്കാത് മൂക്കുത്തി ഇത് നോക്ക് നിങ്ങള് എന്താ പിന്നെ നമ്മുടെ ലെവല് പഠിക്കാണെന്ന് പറഞ്ഞ പക്ഷെ മറ്റേ അതാകുമ്പോ ഫുട്ബോൾ കളിക്കുന്ന എന്താ അവന്റെ പേര് ആര് എന്താ അയാളെ പേര് ദൈവമേ അയ്യം വിജയനോ ആള് ഓന്റെ അമ്മ മണ്ടപാത്രം പെറുക്കിയിട്ട് എന്താ തൃശ്ശൂർ ഇത് കൂടെ നടന്നിട്ട് ത്രോനെ വളർത്തിയിലേക്ക് എന്നിട്ട് പോന ആരാണ് കറുത്തമുത്തല്ല ഓനെ ഏത് ലെവലില് നിൽക്കുന്നു നോക്ക് അപ്പൊ ഞാനപ്പോ അങ്ങനെ വലിയ ആളെന്നുള്ള പറയണേ മക്കളായിട്ട് തള്ളാർക്ക് നേരെ യോഗ ഉണ്ടെങ്കിൽ തള്ളാർക്കാണ് മണ്ടപാത്രമല്ല വീട്ടം പെറുക്കിയ എന്താണ് അയ്യോ എനിക്ക് വയ്യ ഇത് കഴിച്ചല്ലോ നമുക്ക് പ്രമോഷൻ വന്ന ബെഡാണ് ഓക്കെ കണ്ടോ അത് കഴിഞ്ഞോ വീഡിയോ എടുക്കൽ കഴിഞ്ഞു ഓക്കെ കണ്ടോ കൊള്ളാം ഇത് നല്ല ബെഡാട്ടോ എനിക്ക് കണ്ടോ ഇതുമ്പോ കിടക്കാൻ നല്ല 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 സുഖം ഞാൻ എമ്മ കാണിച്ചു തരാം എമ്മ സൂപ്പറാണ് പൊന്നോ നമ്മള് ഇത് വാങ്ങി വെച്ചിട്ടുണ്ടോ എന്താ ഇൻവെർട്ടർ വെച്ചിട്ടുണ്ടോ ഇതൊന്നും തുറക്കടി ഇതൊന്നും ജസ്റ്റ് ഒന്ന് തുറക്കടി പൊന്നോ തുറക്കടി പൊന്നോ എമ്മ കാണിച്ചു തരാം നമ്മളിപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടാകുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ബെഡ് കാണിച്ചു തരാം ഓക്കെ നമ്മളെ നാട്ടിൽ നിന്ന് ഇത് സത്യം പറഞ്ഞ കഴിച്ചാൽ ഇത്രയും വർഷമൊക്കെയാണ് നമുക്ക് ഗ്യാരണ്ടിയും കാര്യങ്ങളും അതായത് 100 മാസം അങ്ങനെയൊക്കെ കുറേ സംഗതികളുണ്ട് ഇതിനൊക്കെ ഓക്കെ സൂപ്പർ എനിക്ക് ഇതിനെയൊക്കെ ഒന്നും കൂടി അടിപൊളിയായിട്ട് തോന്നിയത് അതായത് ഇത് കണ്ടോ നല്ല സ്മൂത്താണ് പക്ഷെ എമ്മ സൂപ്പറാണ് ഇത് വീഡിയോ പ്രൊമോഷൻ അല്ല അതായത് ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്ന് പ്രൊമോഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഓക്കെ ഇവനോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സുജന ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് അല്ലാണ്ട് നമുക്ക് പൈസ കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അതാണ്ടോ ഇത് നമ്മളൊരു പ്രൊമോഷൻ നമുക്ക് ഒരു ബെഡും കിട്ടും ഒരു പൈസ ഒരു റുപ്യം കിട്ടും അപ്പോൾ ആ ഒരു പൈസയിൽ നിന്ന് ഞാനൊരു ചെറിയ പൈസ എടുത്തിട്ട് സന്തോഷിപ്പിക്കാൻ ഇറങ്ങും അങ്ങനെ നിങ്ങൾ സന്തോഷിപ്പിക്കുന്ന ഓരോ വീഡിയോസുകൾ നിങ്ങൾ കാണാറ് കേട്ടോ എൻ്റെ ചാനൽ കാണാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോകുന്ന ആൾക്കാർക്ക് അറിയേണ്ടതായിരിക്കും ഞാൻ കറക്റ്റ് ഓരോ സന്തോഷമായ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അതേപോലെ നമുക്കൊരു ബെഡ് കിട്ടും അതിൻ്റെ കൂടെ ചെറിയ എമൗണ്ട് കിട്ടും അതിൽ നിന്നൊരു ചെറിയ തുക എടുത്ത് നമ്മൾ മറ്റൊരാൾ കൊടുക്കും അപ്പോൾ അവർ സന്തോഷിക്കും നമുക്കും സന്തോഷം കാണും നിങ്ങൾക്കും സന്തോഷം ഞാൻ ഇത് കാണിച്ചു തരാം ഇതുണ്ടോ ഇതാണ് മറ്റേ എമ്മ കണ്ണുങ്ങൾ ഇതുണ്ടോ ഇത് കാണിച്ചു കേട്ടോ എത്ര വലുത് നോക്കി നിങ്ങൾ ഗൈസ് കണ്ടോ ഇത്രയും വലുതാണ് ഇത് പക്ഷേ ഉണ്ടോ ഇവിടെ കട്ടിൽ നമ്മുടെ കുറച്ച് ഗ്യാപ്പ് ഒന്ന് കഴിച്ചു ഇപ്പോൾ നമ്മളോട് ഇതാക്കണം ഓക്കെ ഇത് നമുക്ക് യൂട്യൂബിലേക്കുള്ള പ്രൊമോഷൻ അല്ല ഫേസ്ബുക്കിലേക്കാണ് അല്ല മറ്റേ FBക്കാണ് നല്ല സുഖം ഇട്ട ബെഡ് ഓക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞു അത്ര പൊന്നൂസ് എവിടേക്കാടി എവിടേക്ക് എന്തിനെ ഓക്കെ അപ്പോൾ അമ്മയും പൊന്നൂസും കുട്ടികളൊക്കെ പാടെ തറവാട്ടിക്ക് വിളക്കയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ മറ്റേ അതിൻ്റെ വീഡിയോസ് പൊന്നൂസ് ഓളെ ചാനലിൽ പോസ്റ്റ് ആക്കും കേട്ടോ ഉള്ള സാധനങ്ങളാണ് ഓക്കെ ഗൈസ് ഓക്കെ എന്തായാലും 2 കാര്യമാണ് പറയണ്ട എനിക്ക് എവിടെ കീടും മോളെവിടെ